നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണ്ണക്കൊള്ളയിൽ നിരവധി CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. ഏകാദശി ഗുരുവായൂരിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3 തുറന്ന നട അടയ്ക്കുക നാളെ രാവിലെ. ഏകാദശിയോടനുബന്ധിച്ച് തിരുവില്ലാമലയിൽ പുനർജന്മ പുണ്യം തേടിയെത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടി ഭക്തർ പുനർജനി ഗുഹ തൂണു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ വനിതയ്ക്ക് കേരളത്തിൽ കന്നിവോട്ട്. കേരളത്തിന്റെ മരുമകൾ തൃശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ കൊടിതോരണങ്ങളുടെ വിൽപ്പന ഗ്രാമങ്ങളിലും സജീവം. കൊച്ചി സേലം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ചതുപ്പിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടം കുഴൽമന്ദത്തിനും കണ്ണന്നൂരിനുമിടയിൽ. റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വളയർ അട്ടപ്പള്ളത്തെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM നേതാവായ മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യത്തിലാണ് അതെല്ലാം മാറ്റിമറയ്ക്കാനായി പുതിയ ആരോപണങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ഒട്ടേറെ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്നത് വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വാലറ്റം മാത്രമാണ്. ഇതിനെല്ലാം പിന്നിൽ ഉന്നത നേതാക്കളാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ കളവിന്റെ ഗൂഢാലോചന എന്ത് എന്ന് മനസ്സിലാക്കണം. ഒരാളെപ്പോലും കൂടെ അയക്കാതെ 3ാം ഇടനിലക്കാരനായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ പോറ്റിയുടെ കയ്യിലാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കുന്നത്. ചെന്നൈയിലേക്ക് എത്താൻ വിമാനത്തിലാ പോകുന്നതെങ്കിൽ 2 മണിക്കൂർ മതി, ട്രെയിനിലാ പോകുന്നതെങ്കിൽ ഒരു രാത്രി മതി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു പ്രത്യേക വണ്ടി വിളിച്ചാ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെന്നൈയിലെത്തും. ഇവിടെയുള്ള പാലക്കാട്ടുകാരോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല, ചെന്നൈ നിങ്ങൾക്കറിയാം. പുതുശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ N. നടരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം CP മുഹമ്മദ്, ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഏകാദശി നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുത്തുക. പുലർച്ചെ 3 തുറന്ന നട നാളെ രാവിലെയാകും അടയ്ക്കുക. ഉദയാസ്തമയ പൂജയോടെയാണ് ഇത്തവണ ഏകാദശി ആഘോഷം. ഓരോ 5 പൂജകൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ തുടർച്ചയായ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നുണ്ട്. 53 മണിക്കൂർ നട തുറന്നിരിക്കുന്നതിനാൽ പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കി ഏകാദശി ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ഗുരുവായൂരിൽ ദൃശ്യമാകുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് മഹാപ്രസാദകൂട്ട്, ദശമി വിളക്ക്, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ നടന്നു. ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സമാപനം തുടങ്ങിയ പരിപാടികളും വിവിധ സമയങ്ങളിലായി നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനിമൃതികളുടെ ബന്ധന മറുത്ത് വിശ്വാസികൾക്ക് വില്ലോദരയിൽ പുനർജന്മ സായുജ്യം. വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി പുലരിയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് തിരുവില്ലാമല പുനർജനി ഗുഹ നൂഴാൻ എത്തിയത്. ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടി നൂറുകണക്കിന് ഭക്തരാണ് തിരുവില്ലാമലയിലെ പുനർജനി ഗുഹയിൽ നൂഴൽ പൂർത്തിയാക്കിയത്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ പുലർച്ചെ തന്നെ തിരുവില്ലാമലയിൽ വൻ തിരക്ക് ദൃശ്യമായിരുന്നു. വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത്. പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മോചനം തേടിയാണ് പുതിയൊരു ജന്മത്തിന് തുടക്കമിടാം എന്ന വിശ്വാസത്തോടെ പുണ്യകർമ്മത്തിനായി ഭക്തരെത്തിയത്. ചരിത്രവും ഐതിഹ്യവും ഇഴചേരുന്ന കഠിനമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാവാനും നൂഴാനും വർഷം തോറും വിശ്വാസികളെത്താറുണ്ട്. 150 മീറ്ററോളം നീളമുള്ള ഗുഹയിൽ വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ വഴികളിലൂടെ ഇരുന്നും നിരങ്ങിയും മലർന്നു കിടന്നും മാത്രമാണ് ഒരാൾക്ക് മറുവശത്ത് എത്താൻ കഴിയുക. ചേട്ടാ ഇങ്ങോട്ട് നോക്കൂ, ഫ്രണ്ടിലേക്ക് ഒന്നുകൂടി നോക്കൂ.
ഗുഹയിൽ നൂഴൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ പാപനാശിനി തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നതും ചടങ്ങിൻ്റെ ഭാഗമാണ്. ഇത്തവണയും പുനർജനി ഗുഹയിൽ ആദ്യമായി നൂഴ്ന്നിറങ്ങിയത് തിരുവല്ലോമല സ്വദേശി ചന്തുവാണ്. വർഷങ്ങളായി ഈ ചടങ്ങ് മുടക്കാതെ നടത്തുന്ന ചന്തുവിന് പിന്നാലെ ഈ വർഷം അദ്ദേഹത്തിൻ്റെ മകനും ഗുഹ നൂഴ്ന്ന് പുറത്തു വന്നത് ഭക്തിയുടെ പാരമ്പര്യ കൈമാറ്റം വിളിച്ചോതി. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പ്രാദേശിക സമിതികളും ചേർന്ന് ഇത്തവണയും ഒരുക്കിയത്. ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ഏകാദശി മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഏകാദശിയോടനുബന്ധിച്ച് നടന്ന ഏകാദശി വിളക്ക് സംഗീത മഹോത്സവം സംഗീത സാന്ദ്രമായി. കല്ലിപ്പാടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ഏകാദശി മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. രാവിലെ വിശേഷാൽ പൂജകളോടെ മഹോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സോപാന സംഗീതത്തിന് ശേഷം സംഗീത മണ്ഡപത്തിൽ ഏകാദശി വിളക്ക് സംഗീത മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. വൈകിട്ട് വരെ നീണ്ടുനിന്ന സംഗീത മഹോത്സവത്തിൽ 50ഓളം പേർ സംഗീതാർച്ചന നടത്തി. പ്രസാദൂട്ടിലും വിശേഷാൽ ചടങ്ങുകളുമായി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധന, ഏകാദശി വിളക്ക് തെളിയിക്കലുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊച്ചി സേലം ദേശീയപാതയിൽ ടിപ്പർ ലോറി പാതയോരത്തെ ചതുപ്പിലേക്ക് മറിഞ്ഞ അപകടം. കുഴൽമന്ദത്തിനും കണ്ണന്നൂരിനുമിടയിൽ രാവിലെ 7 മണിക്കായിരുന്നു അപകടമുണ്ടായത്. ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുഴൽമന്ദത്തു നിന്ന് എംസാൻഡ് കയറ്റി വന്ന ലോറി എതിരെ വന്ന ബൈക്ക് യാത്രികനെ കണ്ട് വെട്ടിച്ചതും നിയന്ത്രണം തെറ്റി റോഡരികിലുള്ള ചതുപ്പിലേക്ക് മറിയുകയായിരുന്നു. കുഴൽമന്ദത്തിനും കണ്ണന്നൂരിനുമിടയിൽ രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുമുണ്ടായി. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ദേശീയപാത അതോറിറ്റി തൊഴിലാളികൾ എത്തിയാണ് റോഡരികിലുള്ള ലോറി ക്രെയിൻ ഉപയോഗിച്ച് നീക്കിയത്. രാവിലെ റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ മറ്റ് വലിയ അപകടങ്ങളുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDFിൻ്റെ നേതൃത്വത്തിൽ കോട്ടായിൽ പഞ്ചായത്ത് തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും അതിദരിദ്രരുണ്ട് എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ സാധുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് അറിയില്ല. കാരുണ്യ പദ്ധതി എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തെ കൂട്ടെടുക്കുകയാണ്. അതായത് ദുഃഖിക്കുന്നവർ ഉണ്ടാകരുത്, ദുഃഖിക്കുന്നവരുടെ ദുഃഖം കേൾക്കുക, താങ്ങ് വേണ്ട ആളുകളെ നമ്മൾ താങ്ങാനായിട്ട് തയ്യാറാവുക, സ്ത്രീകൾക്ക് ആവശ്യമായ പിന്തുണകൾ കൊടുക്കുക, അവർ രാഷ്ട്രീയ വിവേകത്തിലേക്ക് കൊണ്ടുവരിക. ഇത്രയൊക്കെ ചെയ്യുന്ന നമ്മൾ ആർത്തസ്വരം, അങ്ങനെ നല്ല വാക്കുകളെ കൊണ്ട്, ജിഹ്വകളെ കൊണ്ട് സാന്ത്വനം പറയുക. വി സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ NK ശശീന്ദ്രൻ, KV രാധാകൃഷ്ണൻ, UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K സോമകുമാരൻ, പ്രമുഖ കർഷകൻ MN രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. B ഷംസുദ്ദീൻ സ്വാഗതവും 2ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശ്രീലങ്കൻ വനിതയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കന്നിവോട്ട്. ശ്രീലങ്കക്കാരിയായിരുന്ന ലാലാനി സുജീവ ഖ്രണ്ടുഗോഡ കണ്ണങ്കയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കാൻ ഒരുങ്ങുന്നത്. ലാലാനി സുജീവ ഖ്രണ്ടുഗോഡ കണ്ണങ്കെ വോട്ടവകാശത്തിനായി കാത്തിരുന്നത് 1ഉം 2ഉമല്ല 21 വർഷക്കാലമാണ്. ആ കാത്തിരിപ്പിന് വിരാമമായി.
ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11-ന്. ശ്രീലങ്കൻ സ്വദേശിനിയായിരുന്ന ലാലാനി സുജീവ ക്രണ്ടു ഗോഡ കണ്ണങ്കെ ഇന്ന് ഇന്ത്യയുടെ ഭാഗമാണ്. 2004-ൽ തൃശൂർ പുതുക്കാട് സ്വദേശി അരോടി വീട്ടിൽ ബൈജു വിവാഹം കഴിച്ചതോടെ ഇവർ തൃശൂരിൽ സ്ഥിരതാമസമായി. എന്നാൽ പൗരത്വം ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവർ വിസ പുതുക്കിയാണ് കേരളത്തിൽ നിന്നിരുന്നത്. ഒടുവിൽ കഴിഞ്ഞ വർഷം പൗരത്വം ലഭിച്ചതോടെയാണ് വോട്ടർ പട്ടികയിലടക്കം പേര് ചേർക്കുന്ന നടപടികളുണ്ടായത്. ഇന്ത്യക്കാരിയായി മാറാൻ സാധിച്ചതിലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കഴിയുന്നതിലും അതിയായ സന്തോഷമുണ്ടെന്ന് ലാലാനി സുജീവ ഗോഡ ക്രണ്ടു ഗോഡ കണ്ണങ്കെ പറഞ്ഞു. വിദേശത്ത് ജോലി ചെയ്യുന്ന ബൈജുവും 15-കാരനായ മകനുമടങ്ങുന്നതാണ് ലാലാനിയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നതിനിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായ കൊടിതോരണങ്ങൾ വിൽപ്പനയുമായി വ്യാപാരികൾ. പത്തിരിപ്പാലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. പത്തിരിപ്പാല കോങ്ങാട് റോഡിലെ കോളേജിന് മുന്നിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് കൊടിതോരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ളത്. മുൻപൊക്കെ ആവശ്യമായ സാധനങ്ങൾ മുൻകൂട്ടി അറിയിച്ചാൽ മാത്രമേ ഇത്തരം സാധനങ്ങൾ ലഭ്യമാകൂ. എന്നാൽ ആ കാലം മാറി. ഇന്ന് ഇലക്ഷൻ പ്രചരണത്തിന് മാറ്റുകൂട്ടുന്നതെന്തോ അവയെല്ലാം ഈ കടയിൽ റെഡിയാണ്. CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, NCP തുടങ്ങിയ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ, പാർട്ടി ചിഹ്നങ്ങൾ, ഷാളുകൾ, തൊപ്പികൾ, ബൊക്കെ, മാലകൾ, ബാഡ്ജുകൾ ഇവയെല്ലാം തന്നെ ലഭ്യമാണ്. കുറച്ചു വർഷം മുമ്പ് മറ്റു ജില്ലകളിൽ നിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ അവയൊക്കെ മാറി. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്തിരിപ്പാലയിലെ കടയിൽ തന്നെ ഇവ സുലഭമാണ്. മിതമായ വിലയ്ക്ക് തന്നെ ഇവിടെ വിൽപ്പന നടത്താറുണ്ടെന്നാണ് കടയുടമ അറിയിച്ചത്. പിന്നെ തോരണം, പിന്നെ അതേപോലെ ഷാളുണ്ട്, ചിഹ്നം വെച്ചിട്ടുള്ള ഷാളുണ്ട്, പിന്നെ അതുപോലെ BJPയുടെ ഷാളുണ്ട്, പിന്നെ CPMന്റെ ഇത് വില കമ്മിയുള്ള ഷാളാണ്. 30 രൂപ. ഇത് വന്നിട്ട് 60 രൂപയാണ് ഈ ഷാള്. പിന്നെ അതേപോലെ CPMന്റെ ഉണ്ട്, താമാൻ്റെ ഉണ്ട്, അതുപോലെ തയ്ച്ചിൻ്റെ ഉണ്ട്, പിന്നെ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിനുണ്ട്. പിന്നെ അതേപോലെ തോരണം പൊടികൾ, അങ്ങനത്തെ പൊടികളുണ്ട്. 3 എല്ലാം പാടുള്ളത് അങ്ങനെയുള്ളതുണ്ട്. ഭയങ്കര കഴിച്ചെണ്ണത്തിൻ്റെയാണ്. പ്രചരണം കൊടുക്കുന്തോറും ഇത്തരം തോരണങ്ങളും വ്യാപകമായി വിൽക്കപ്പെടും. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരം സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്തിരിപ്പാലയിലെ കടകളിൽ നിന്നും ലഭിക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. പ്ലാസ്റ്റിക് അല്ലാത്ത വസ്തു കൊണ്ട് നിർമ്മിക്കുന്നതിനാൽ ഇവ കാര്യമായ തോതിൽ മലിനീകരണ പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വേനൽ ചൂടിനെ അകറ്റാൻ സംസ്ഥാന പാതയിൽ പനം നൊങ്കുകളുമായി കച്ചവടക്കാർ എത്തി. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിലാണ് പനം നൊങ്ക് കച്ചവടം വ്യാപകമായി നടക്കുന്നത്. തമിഴ്നാട് തെങ്കാശി ഭാഗത്തു നിന്നുമാണ് പനന്തൊങ്കുകൾ വ്യാപകമായി എത്തുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. 10 പീസിന് 100 രൂപയാണ് വില. പനന്തൊങ്ക് ചെത്തി പീസായിട്ടാണ് വിൽപ്പന നടത്തുന്നത്. വേനൽ കടക്കുന്തോറും പനന്തൊങ്കുകൾ വ്യാപകമായി വിൽക്കപ്പെടും. ചിലയിടങ്ങളിൽ ഒരു പീസിന് 20 രൂപ വരെ വാങ്ങിക്കുന്നുണ്ടത്രേ. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ദാഹശമനിയായിരുന്നു ഇവയെങ്കിൽ ഇന്ന് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മലയാളികൾ. വീടുകളിലെ പറമ്പിലെ പനകളിൽ ഇഷ്ടാനുസരണം ഇവ ലഭ്യമായിരുന്നു. എന്നാൽ കരിമ്പനകൾ ജില്ലയിൽ കൂട്ടത്തോടെ വെട്ടി നശിപ്പിച്ചതോടെയാണ് പനന്തൊങ്കുകൾ ജില്ലയിൽ നിന്നും അന്യമായത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ന് പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ്. പറയുന്ന വില നൽകിയാണ് മലയാളികൾ വാങ്ങിച്ചു പോകുന്നത്. ഔഷധ ഗുണവും പോഷക ഗുണമുള്ളവയാണ് പനന്തൊങ്കുകൾ. ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാനുള്ള ഔഷധ പാനീയമാണ് പനന്തൊങ്കുകളെന്നാണ് പറയപ്പെടുന്നത്. காய் வந்து திங்கிறது வருது அஞ்சு வரும் வேண்டு வரும் வேறு நாங்கள் இறக்கிடுவாங்க. 2 காய் 150 காய் இறக்கிடுவாங்க. எவ்வளோ? 7000 விற்கணும். ஒரு 5 நாள் விற்கும். எங்கேருந்து வர்றாரு இது? தெங்காசி எங்கேருந்து வர்றாரு? தெங்காசி வருது. தெங்காசி வர்றாரு இல்லை? தெங்காசி. எந்த வியாபாரம் எல்லாம் நடக்குதா? வியாபாரம் சுமாராக இருக்குது சார். வியாபாரம் 2 3 ஓட மாட்டேது. இதுக்காக எல்லாம் போட்டு போகுது. வேற ஓட மாட்டேது. வெயில் சூடில்ல சூடாகி சூடு இருந்தால் தான் சூடுதான் ஓடும். ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല പേരൂർ കൈപ്പിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം ഡിസംബർ 4 മുതൽ 15 വരെ ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്രഹ്മശ്രീ മുണ്ടാരപ്പിള്ളി മഹേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ.
ക്ഷേത്രം തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെ യജ്ഞത്തിന് ആരംഭമാകും. പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഡിസംബർ 4-ന് യജ്ഞാചാര്യനെയും സ്വരൂപാനന്ദ സരസ്വതിയെയും പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. വിവിധ നാരായണീയ സമിതികളുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും പ്രത്യേക പൂജകളും പ്രസാദഊട്ടും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഡിസംബർ 4-ാം തീയതിയാണ് തുടങ്ങുക. ഡിസംബർ 4-ാം തീയതി രാവിലെ 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂര് ഉണ്ണി നമ്പൂതിരിയാണ് ഇതിൻ്റെ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തുന്നത്. അതിനുശേഷം രാവിലെ വിവിധ സ്ഥലങ്ങളിലുള്ള നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണം ഉണ്ടാവും. അത് വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തെ 4 മണിക്കാണ് സ്വീകരണ ഘോഷയാത്ര. സ്വാമിജി വരുന്നത്. സ്വാമി ഉദ്ഘാടനം നടത്തുന്നത് സദനം ഹരികുമാറാണ്. പിന്നെ അതിൻ്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ മഠാധിപതിയായിരിക്കുന്ന സ്വാമി സ്വരൂപാനന്ദ സരസ്വതി. അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. പ്രസിഡന്റ് ശശികുമാർ, സെക്രട്ടറി രാമചന്ദ്രൻ, VC ബാബു, അനൂപ് കുമാർ, K ശിവകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണ്ണക്കൊള്ളയിൽ നിരവധി CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. ഏകാദശി ഗുരുവായൂരിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3-ന് തുറന്ന നട അടയ്ക്കുക നാളെ രാവിലെ. ഏകാദശിയോടനുബന്ധിച്ച് തിരുവില്ലാമലയിൽ പുനർജന്മ പുണ്യം തേടിയെത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടി ഭക്തർ പുനർജനി ഗുഹ തൂണു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ വനിതയ്ക്ക് കേരളത്തിൽ കന്നിവോട്ട്. കേരളത്തിന്റെ മരുമകൾ തൃശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ കൊടിതോരണങ്ങളുടെ വിൽപ്പന ഗ്രാമങ്ങളിലും സജീവം. കൊച്ചി സേലം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ചതുപ്പിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടം കുഴൽമന്ദത്തിനും കണ്ണന്നൂരിനുമിടയിൽ. റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.